ഹലോ മക്കൾസ്, ഓണം എക്സാം കഴിഞ്ഞു സാർ ഇങ്ങോട്ടൊക്കെ എത്തി. എൻ്റെ മക്കളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സാർ ഇതാ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. എന്താണ് വിശേഷം? നമ്മുടെ ബോർഡിൽ ഇങ്ങനെ കാണുന്ന പോലെ തന്നെ എക്സാം പേപ്പർ കിട്ടിയോന്ന്. ഏതൊരു എക്സാം കഴിഞ്ഞാലും നമ്മുടെ പാരൻസും നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമാണ്, എക്സാം പേപ്പർ കിട്ടിയോ? അങ്ങനെ നിത്യേന ചോദിക്കുന്ന പോലെ ഞാനും അതുപോലെ ചോദിച്ച് നിങ്ങളെ വിഷമിപ്പിക്കാൻ വന്നതല്ല. ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ പേപ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഹാപ്പിയാണോ, അതിൽ നിങ്ങൾ സാഡാണോ? ഇത് രണ്ട് കമൻറ്റ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്താൽ മതി. അത് സാഡ് ആണെങ്കിൽ സാഡ് തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ മക്കളെ. നിങ്ങൾ ഒരിക്കലും സാഡ് ആണെങ്കിൽ ഇനിയിപ്പോൾ എങ്ങനെ എനിക്ക് മാർക്ക് കുറഞ്ഞതെങ്ങാനും സാറ് വിചാരിക്കോ, അല്ലെങ്കിൽ 4 ആൾ കാണോ, ഒരു പ്രശ്നമില്ല മക്കളെ. കാരണം ഞാനും മാർക്ക് കുറഞ്ഞ് ഇങ്ങനെ പഠിച്ചു വന്ന ആൾ തന്നെയാണ്. അല്ലാതെ ആരും വലിയ പഠിപ്പിസ്റ്റായി വന്ന ഓണപ്പരീക്ഷയ്ക്ക് വലിയ മാർക്ക് വാങ്ങി IAS ആയവരൊന്നല്ല, ചെറിയ കുട്ടികളല്ലേ എല്ലാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഓണപ്പരീക്ഷയ്ക്ക് നിങ്ങളുടെ പേപ്പർ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി കിട്ടിയത് വെച്ചിട്ട് ചിലപ്പോൾ എല്ലാ പേപ്പറും കിട്ടിക്കോളുന്നില്ല. ഒരു 4 പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ 3 പേപ്പർ കിട്ടിയിട്ടുണ്ടാവും, ചിലർക്ക് ഫുൾ പേപ്പർ കിട്ടിയിട്ടുണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ സാഡാണോ ആ കാര്യത്തിൽ, അതോ ഹാപ്പിയാണോ? ഇനി അതിൻ്റെ പുറമെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും ചെയ്യാം. സാഡാണ്, ഇതാണ് കാരണം, അല്ലെങ്കിൽ ഹാപ്പിയാണ്, ഞാൻ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ പേപ്പറുകൾ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയിരുത്താൻ കഴിഞ്ഞിട്ടുണ്ടാവും. എന്താണ് ഞാൻ എന്ന് നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റും. ഇതൊരിക്കലും നിങ്ങളൊരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ടോ, അല്ലെങ്കിൽ ഒരു സാർ ഇതങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ ഇയാൾ ഇങ്ങനെ വന്നിരിക്കണം. ഒരുപക്ഷെ കുട്ടികൾക്ക് മോട്ടിവേഷൻ ഇഷ്ടമായിരിക്കാം, എന്നാൽ പോലും എനിക്ക് തന്നും എനിക്കൊരു മടുപ്പുണ്ടാവില്ലേ. അപ്പോൾ നിങ്ങളിതൊരിക്കലും മോട്ടിവേഷൻ എന്നുള്ള രൂപത്തിൽ നിങ്ങൾ കാണണ്ട. നിങ്ങളുടെ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ വിലയിരുത്തി നോക്കാം. നിങ്ങളെ തന്നെ വിലയിരുത്തിയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഇതൊരു ചുവടുവെപ്പാണ്. ഇപ്പോൾ ഒരു ചിന്ന കഥ സൊള്ളട്ടുമാന്ന് പറഞ്ഞ പോലെ ചെറിയ കഥ ഞാൻ പറയട്ടെ. എടാ, നമ്മുടെ നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു വീട്ടിൽ നമ്മളിങ്ങനെ ആദ്യം നമ്മൾ നടത്തം പഠിക്കാൻ, പ്രസവിച്ച് കഴിഞ്ഞാൽ വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഉടനെ തന്നെ നമ്മളെന്തായിരിക്കും, നടന്നിട്ടാണോ വരാം, അല്ലെങ്കിൽ ചാടിയിട്ടാണോ വരാം? അല്ല, നമ്മളെന്തായിരിക്കും, അത് കുറച്ച് വളർന്നു കഴിഞ്ഞാൽ ആദ്യം നിരങ്ങി പോകും അല്ല, ആദ്യം ഇരിക്കാൻ പഠിക്കും, എന്നിട്ട് നമ്മൾ ഇരുത്തത്തിൽ തന്നെ ഇങ്ങനെ വീണ് പോകും, പിന്നെ നമ്മൾ ഇരുത്തം പഠിക്കും, പിന്നെ അങ്ങനെ മെല്ലെ നടക്കാനുള്ള ഒരു ഓപ്ഷനിലേക്ക് എത്തും. അങ്ങനെ നടന്നു കഴിഞ്ഞ് നമ്മൾ വീട്ടിൻ്റെ മുന്നിൽ നമ്മൾ എവിടെയൊക്കെ നടന്നു പോകുന്നുണ്ട് ആ സമയത്തൊക്കെ നമ്മുടെ വീട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടാവും. കാരണം എന്താ, നമുക്ക് വഴികൾ അറിയണമെന്നില്ല, വഴികളെന്നല്ല, ചിലപ്പോൾ ഏതെങ്കിലും മൂലയിൽ പോയി കിടന്ന് പോവും, അല്ലെങ്കിൽ തല ഇടിക്കും, എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇനിയുള്ള ചെറിയ കുട്ടികളുടെ കാര്യം ആലോചിച്ചാൽ മതി. അവർ ആദ്യം നടന്നു പോകുമ്പോൾ, ഇപ്പം ഞാനൊക്കെ സംഭവിച്ചാലേ എനിക്കൊക്കെ സംഭവിച്ചു എന്നും വേറൊരാൾ പറഞ്ഞെന്ന കാര്യമാണ്. പക്ഷേ എൻ്റെ കൺമുന്നിൽ ഒരുപാടുണ്ട് എൻ്റെ പെങ്ങളെ കുട്ടിയൊക്കെ സംഭവിച്ചു പോകണം. നമ്മളിങ്ങനെ നടന്ന് നമ്മുടെ ചവിട്ടുപടിയില്ലേ, മുന്നിലെ ഡോറ് കടന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആ പടിമെന്ന് ആ കുട്ടി വീഴും. കുട്ടി വീണിട്ടുണ്ടാവും, നിലത്ത് മണ്ണിലെത്തിയിട്ടുണ്ടാവും. വീണ്ടും ആ കുട്ടീനെ നമ്മൾ പിടിച്ചു കൊടുന്ന് കുറച്ച് കരച്ചിലൊക്കെ കഴിയും. അങ്ങനെ 1ഉം 2ഉം പ്രാവശ്യം ആ കുട്ടി ഇങ്ങനെ പോയിട്ടുണ്ടാവും. അതിങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് പടി കടന്നിട്ട് വീണിട്ടുണ്ടാവും. പക്ഷെ പിന്നെ പോകുമ്പോൾ ആ കുട്ടി ആ പടിൻ്റെ ഭാഗത്തെത്തുമ്പോൾ ഒരു നൃത്തം ഉണ്ടാവും ആ കുട്ടി. കാരണം ആ കുട്ടിക്ക് മനസ്സിലായി, എന്താണ്, ഇനി ഞാൻ മുന്നോട്ട് പോയാൽ അത് തടഞ്ഞ് വീണു പോകും, ഞാൻ ഇന്നലെ സംഭവിച്ച പോലെ എനിക്ക് വേദനിക്കും. ഉറപ്പല്ലേ? ഒന്നില്ല, പൂച്ച ചൂടുവെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ഏത് വെള്ളം കണ്ടു കഴിഞ്ഞാലും പച്ചവെള്ളം കണ്ടു കഴിഞ്ഞാൽ പോലും അത് ചൂടുവെള്ളം എന്ന് വിശ്വസിക്കില്ലേ? അതേപോലെ തന്നെ അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറ്റണം തന്നെ ഞാൻ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓണപ്പരീക്ഷയ്ക്ക് മാർക്കിൽ ചിലപ്പോൾ ഫുൾ മാർക്ക് തന്നെ ഉണ്ടായിരിക്കും, എന്നാൽ പോലും നിങ്ങൾക്ക് ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടാവും. മീൻസ് നിങ്ങൾക്ക് എഴുതാൻ ടൈം കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു ആൻസൈറ്റി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ആശങ്ക ഉണ്ടായിരിക്കും, എനിക്ക് മാർക്ക് കിട്ടുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്തുകൊണ്ട് ഞാൻ തലേ ദിവസം വളരെ കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വന്നു ഓരോ എക്സാമിൻ്റെ സമയത്ത്? നിങ്ങൾ ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. എന്തുകൊണ്ട് ഞാൻ തലേ ദിവസം കുത്തിയിരുന്ന് രാവിലെയും രാത്രിയും ഉറക്കമൊഴിച്ചിട്ട് പഠിക്കേണ്ട ആവശ്യം വന്നു? ഇത്രയും ദിവസങ്ങളുണ്ടായിട്ട് ഞാൻ എന്തുകൊണ്ട് പഠിച്ചില്ല? അങ്ങനെ ഞാൻ പഠിച്ചിരുന്നെങ്കിൽ, അന്ന് സാർമാർ ഒരുപാട് വട്ടം പറഞ്ഞു, നമ്മുടെ പാരൻസ് ഒരുപാട് വട്ടം പറഞ്ഞു, അന്ന് ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ പേപ്പർ എനിക്ക് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ എനിക്കും ഹാപ്പി എന്നിടാമായിരുന്നു അല്ലേ? ഈ കമൻറ്റ് ബോക്സിൽ ഹാപ്പി എന്നിടാമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ പറ്റണം, എന്നാലേ നമ്മൾ കാര്യങ്ങൾ അറിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളൊക്കെ തിരുത്തി ഇനി ഞാൻ തലേ ദിവസത്തേക്ക് വെക്കൂല. അന്ന് പഠിപ്പിച്ചു തരുന്നത്, അത് നമ്മളാവട്ടെ സ്കൂളിൽ നിന്നാവട്ടെ, എന്തായാലും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് എവിടുന്നൊക്കെ നിങ്ങൾക്ക് സോഴ്സ് കിട്ടുന്നുണ്ടോ, എവിടുന്നൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്, ആ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി അന്നത്തെ ദിവസം, എന്ന് വെച്ചാൽ നാളേക്ക് മക്കൾ എന്ത് ചെയ്യരുത്, മാറ്റിവെക്കരുത്. നാളേക്ക് ഒരിക്കലും നിങ്ങൾ മാറ്റിവെക്കരുത്. കാരണം എനിക്ക് ഈ അടുത്തൊരു കുട്ടി മെസ്സേജ് ചെയ്തു, സാറേ ഞാൻ പഠിച്ചിട്ടൊക്കെ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ തലേ ദിവസത്തേക്ക് വെച്ചാണ്, പക്ഷേ എനിക്ക് 2 ദിവസം കടുത്ത പനിയായി. അപ്പോൾ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ
എനിക്ക് എന്തുണ്ടായിരിക്കും, മാർക്ക് ഇത്ര ഉണ്ടാവും, പക്ഷെ ഞാൻ അടുത്തതിൽ പിടിച്ചോളാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ എന്ത് ചെയ്തു, സമ്മതിച്ചു കൊടുത്തു. പകരം നിങ്ങളുടെ മെയിൻ എക്സാമിനാണ്, പ്രധാനപ്പെട്ട എക്സാമിന് അല്ലെങ്കിൽ ലാസ്റ്റ് എക്സാമിനാണ് ഇതൊരു സംഭവിക്കുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾ തലേ ദിവസത്തേക്ക് മാറ്റി വെച്ചു, തലേ ദിവസം കടുത്ത പനി, നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമോ? എന്നാൽ അതിൻ്റെ മുമ്പ് നിങ്ങൾ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഫുൾ മാർക്ക് അല്ലെങ്കിലും ആ ലെവലിലെങ്കിലും മാർക്ക് കിട്ടൂലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൽ സാഡ് ആവട്ടെ ഹാപ്പി ആവട്ടെ എന്ത് തന്നെയാണെങ്കിലും അന്നാന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അന്നാന്ന് ചെയ്തു വരാൻ വരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഇന്ന് മുതൽ ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണ് കാണുന്നത്, അറ്റ് എ മൊമെൻറ്റ് നിങ്ങൾ എന്തായിരിക്കണം, മാറണം. നിങ്ങൾ മാറിയിട്ട് നിങ്ങളൊരു പ്രതിജ്ഞ എടുക്കണം, ഒരു ദൃഢനിശ്ചയം എടുക്കണം. എൻ്റെ മക്കൾ എന്തായിരിക്കും, അന്നാന്ന് എടുക്കുന്ന കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പഠിക്കും, അന്നാന്ന് എടുക്കുന്ന എന്ത് കാര്യങ്ങളും ഞാൻ അന്നാന്ന് തന്നെ ചെയ്തു തീർക്കും, നാളേക്ക് എന്നുള്ള ഒരു ദിവസത്തേക്ക് ഞാൻ ഒരിക്കലും വെക്കൂല എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം എടുത്തു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ അടുത്ത ക്രിസ്മസ് പരീക്ഷ കഴിയുമ്പോൾ ഞാൻ ഇതേപോലത്തെ വീഡിയോ ഇടും, നിങ്ങളോട് ചോദിക്കും സാഡ് ഓർ ഹാപ്പി. അപ്പം നിങ്ങൾ പറയും പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ ഹാപ്പിയാണ് സാർ, അന്ന് പറഞ്ഞു തന്നത് മുതൽ ഞങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ദിവസങ്ങളും 1 by 1 ആയിട്ട് നാളേക്ക് എന്നുള്ള ഒരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല, അല്ലെങ്കിൽ നാളേക്ക് ചെയ്യേണ്ടതല്ല, ഇത് ഇന്ന് തീർക്കാനുള്ളതാണെന്ന് വിചാരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. അങ്ങനെയാണെങ്കിൽ ക്രിസ്മസ് എക്സാമിന് എല്ലാവർക്കും ഈ കമൻറ്റ് ബോക്സിൽ ഹാപ്പി എന്ന് ഇടാൻ കഴിയട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട എന്താണോ ഉണ്ടായത്, പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താണോ തോന്നിയത്, അത് കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, എല്ലാ നോട്ട്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇനി സാർ നിങ്ങളെ കാണാൻ എപ്പോഴും എന്തായിരിക്കും, വന്നുകൊണ്ടിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ബൈ ബൈ.